എന്താണ് ശരിക്കും വീട്ടിലെ സംഭവം? എന്റെ അമ്മയമ്മയാണ് മല്ലിക ചേച്ചി. ക്യാരക്ടർ വൈഫ് ഹൗസ് ആണ് എന്റെ സ്വന്തം വീടല്ല, ഭാര്യ വീട്ടിലാണ് അപ്പോൾ അവിടെ നടക്കുന്ന അമ്മായിയമ്മയുടെ മരണമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ളൊരു, പിന്നെ അവിടെ വന്ന് പോകുന്ന അവര് ഈ മരുമോന്റെ പീഡനം നെഞ്ചു പൊട്ടിയാണ് മരിക്കുന്നത്. ഞാനെന്നാ വീട്ടിലേ ഇല്ല കേട്ടോ, ഞാൻ വീട്ടിലെ ആളുമല്ലേ, നമ്മള് പാവം പുറത്തുള്ള ഒരാളാ. ബാക്കി പറയാം. അങ്ങനെ ആ വീട്ടിൽ വരുന്ന ആൾക്കാരുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഹ്യൂമർ പരിപാടിയാണ് ഈ വ്യസന സമേതം ബന്ധുമിത്ര. വ്യസനം എന്ന് കേൾക്കുമ്പോ തന്നെ ഇത്രയും ആ ഒരു സംഭവമല്ല. ഇവരെയൊക്കെ പൊന്നുപോലെ നോക്കി അമ്മച്ചി മരിച്ചു കഴിയുമ്പോ കോമഡി ചെയ്യുന്നു വീട്ടിൽ. ആലോചിച്ച് പടം കാണുമ്പോ മനസ്സിലാവും ആരാണ് കോമഡി. ജോമൻ മാന്യനാണോ സിനിമയുടെ അകത്ത്? നമ്മൾക്ക് ഓരോ ആവശ്യമായിട്ട് തോന്നല്ലോ. ഓരോ ആവശ്യമായിട്ട് മരണ വീട്ടിലോട്ട് വരുന്ന എന്തായിരുന്നു ആവശ്യം? അതോടെ അറിയില്ല, എനിക്കറിയാം എന്തായിരുന്നു ആവശ്യം. അങ്ങനെ മരണ വീട്ടിൽ വരുന്ന അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പുറത്തുനിന്ന് ഓരോരുത്തരും വരുന്ന ഓരോ കാര്യത്തിനാണ്, ഓരോരുത്തരും ഓരോ കാര്യത്തിനാണ്. പടം അതാണ് മൊത്തത്തില്. സിജുവിന്റെ പർപ്പസ് എന്താ ഇപ്പൊ? ആ വീടുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അതൊരു അവസരമാക്കിയിട്ട് വരുന്ന അവസരവാദിയാ? അവസരവാദിയാ, ആ, അങ്ങനെ വരുന്നതാണ്. ആ വീടുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ആ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇപ്പൊ ഒരു സിനിമയൊക്കെ എഴുതിയായിരുന്നു അദ്ദേഹം, മരണമാസം എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അറിഞ്ഞത് ഇവനാണ് അത് എഴുതിയെന്ന്. എന്നിട്ട് ഇവൻ നമുക്ക് റോളൊന്നും തന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പക്വതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? ഇവനാണ് അല്ല, അതിനാണ് ഞങ്ങള് പിന്നെ ഇപ്പഴാണ് കാണുന്നത്. പക്വതയൊക്കെ പണ്ടേ ഉണ്ട്, അല്ലേ പിന്നെ ഇതൊക്കെ എഴുതാൻ പറ്റുമോ? പക്വതയൊക്കെ ഉണ്ട്. അല്ല, വ്യസന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആ സിനിമ എഴുതിയിരുന്നെങ്കിൽ പൈസന്റെ കറക്റ്റ് പിടിച്ചത്. ഭയങ്കരമായിട്ട് അടുത്ത് നമ്മള് വിപിൻ ദാസിന്റെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു സിനിമ, അതിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അതിന് എന്തായാലും ഒരു ചിരി ഡിമാൻഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിയേറ്റർ വാച്ചിൽ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഒരു ചിരി ഉണ്ടാവും. വ്യസന സമേതം അത് സെർവ് ചെയ്യുന്ന തന്നെയാണോ വിചാരിക്കുന്നത്? ഉണ്ട്, അതിൽ നല്ല വിശ്വാസമുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ചില സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു തൃപ്തി ഉണ്ടാവുമല്ലോ, അത് ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോഴും ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഇരിക്കുന്നത്. തിയേറ്ററിൽ അങ്ങനെ ഒരു ചിരി ഉണ്ടാവും. ആൾക്കാർ ഇറങ്ങുമ്പോൾ വ്യസനത്തോടുകൂടി എന്തായാലും ആരും ഇറങ്ങത്തില്ലെന്നാണ് തോന്നുന്നത്. ഈ അസീസ് ഇപ്പൊ ക്യാരക്ടർ റോളുകളിലൊക്കെ മാറിയതിനു ശേഷം ശരീരത്തിലൊക്കെ വല്ലാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറച്ച് ബ്യൂട്ടി രാവിലെ ഒരു 5 കിലോമീറ്റർ ഓടും ഇപ്പൊ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഈ 6 പാക്കിനുള്ള പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ട്. പിന്നെ തലമുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തു, എന്തൊക്കെയോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഒരാളെ ഇറങ്ങി, പക്ഷെ ഇതിനൊക്കെ ഞാൻ തടയിടും. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഉണ്ടോ അങ്ങനെ? ഈ 6 പാക്കിലൊക്കെ സത്യം ഉണ്ടോ? എനിക്ക് 6 പാക്ക് ഉണ്ട്, പക്ഷെ എക്സ്ട്രാ എടുത്ത് നോക്കണം. ഞാൻ വെറുതെ പറഞ്ഞല്ല, എനിക്ക് 17 വയസ്സിലുണ്ട്. ആൾക്കാർ വിചാരിക്കും ഞാൻ കള്ളം പറയണമെന്നാണ്. അല്ല, പക്ഷെ കയ്യിലിരിപ്പുണ്ട് ഈ 6 പാക്കിന്റെ പറഞ്ഞ് ഫാറ്റ് പോയി. അപ്പൊ അത് ഇനി എക്സ്ട്രാ എടുത്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ വൻ ജോലി ഞാൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ 6 പാക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ മരിക്കും, അത് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ മുമ്പ് പറയുന്ന ഒരാളെ കേട്ടിട്ടുള്ളൂ, ജോൺ അബ്രഹാമിനെ. ആള് പറഞ്ഞിട്ടുണ്ട് ആള് മരിക്കുമ്പോഴാണ് 6 പാക്ക് ആയിട്ട് മരിക്കുന്നു. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ പറയാം. ജീവിച്ചിട്ട് പോണ സമയത്തേ ഇപ്പം എന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ്, അതായത് നമ്മൾ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനാ ജീവിക്കുന്നത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചു. എന്താ തോന്നി എന്നിട്ട്? അതായത് അതൊന്നും കേട്ടിട്ട് നമ്മള് പറയാം. ഇയാളതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്ന ഒരു വര വരെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ നമ്മൾ പണ്ട് ആസ്വദിച്ച സുഖം എന്താണ് നമുക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പണ്ട് അനുഭവിച്ച വേദന നമുക്ക് ഓർമ്മയുണ്ടാവും. സുഖം നമ്മൾ മറന്നു അല്ലേ? ദുഃഖം നമ്മൾ മറക്കില്ല. അതാണ് ജീവിതം. ഇത് ആലോചിച്ച് വരുന്നതാ അതോ പുസ്തകമായി? ഞാൻ വലിയ സംഭവമാണ് അതോടൊപ്പമുള്ളത്, മനസ്സിലായില്ലേ? ശരിക്കും ഞാൻ പറഞ്ഞ സത്യം, നമ്മുടെ പിന്നെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ലൈഫ് ടൈം ഉണ്ട്, ദാറ്റ് ഈസ് ലൈഫ്. ആ സമയത്ത് നല്ല അനുഭവങ്ങളോടുകൂടി മരിക്കാൻ എല്ലാവരും ശ്രമിക്കും, പക്ഷെ നടക്കാറില്ല. അങ്ങനെ നല്ല അനുഭവം മാത്രമായിട്ട് ഇവിടെ ഒന്നും ആരും മരിച്ചിട്ടില്ല. അതിനകത്ത് കാശെന്നൊരു അടിസ്ഥാനമേ അല്ല അതിന്, മനസ്സിലായില്ലേ? ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് വേണം. നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം വേണം,
ആവശ്യത്തിൽ കൂടുതൽ അല്ല, ആവശ്യത്തിലേറെ പണം ഉണ്ടെങ്കിൽ പണം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് മാത്രം പണം ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. ആവശ്യത്തിൽ കൂടുതൽ പണം വേണം. മനസ്സമാധാനം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാ ഫാക്ടേഴ്സും കൂടെ ഒത്തുചേരുമ്പോഴാണ് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത്. അത് എല്ലാവർക്കും കിട്ടിക്കണമെന്നില്ല, 80% ആൾക്കാരും കിട്ടാറില്ല. പറഞ്ഞാൽ ശരിയല്ലേ? ജീവിതം കൊണ്ടൊരു ഉദ്ദേശമുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ജീവിതം കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അങ്ങനെ ജീവിതം കൊണ്ട് ഉദ്ദേശമുണ്ട് എന്ന് അങ്ങനെ ആധികാരികമായിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ആയി തീരണം എന്ന് ജീവിച്ചു പോയില്ലേ? ജീവിച്ചു പോയില്ല. അപ്പൊ എന്തെങ്കിലും ആയി തീരണം. പിന്നെ വെറുതെ അങ്ങ് ജീവിച്ച് അങ്ങ് മരിച്ചു പോകണ്ട, പോകുമ്പോൾ എന്തെങ്കിലും ഒരു മുദ്ര കുത്തി പോവുക എന്നുള്ള ഒരു കാരണം അറിയണം. ഇത്ര അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ അറിയുന്ന സമയത്ത് നമ്മളും കൂടെ വേണ്ടേ? അല്ല എന്നാലും എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ജീവനോട് ഇരിക്കുന്നത് കാരണം ഒരുപാട് പേര് കുറെ ചിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നോബിചേട്ടൻ ഒരിക്കലും കാണാൻ ലൈഫിൽ തന്നെ കാണാൻ സാധ്യതയില്ലാത്ത ആളുകൾ ഒരുപാട് പേര് നോബിചേട്ടൻ ചിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചിരി കൊണ്ട് ചിലപ്പോൾ അവരുടെ ആയുസിന്റെ 1-2 ദിവസം ചിലപ്പോൾ കൂടി കാണുമായിരിക്കും. അങ്ങനെ ഞാനൊരു പർപ്പസ് സെർവ് ചെയ്തെന്ന് നോബിചേട്ടൻ സ്വയം ആലോചിക്കും. ആയുസ് കൂടിയവരാണ് തെരെ കമന്റ് ഇടുന്നത്. ഞങ്ങള് ചിരിപ്പിക്കുമ്പോ ചിരിച്ചാലേ നമുക്ക് ജോലിയുള്ളൂ. ചിരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജോലി കുറയും. അതൊന്നും ജോലി ഇല്ലടാ ഇത്. എല്ലാ ജോലി ആൾക്കാരെ ചിരിപ്പിക്കാം. ഇതൊരു വലിയ ജോലിയാണ് ഇങ്ങനെ ആളുകളെ ചിരിപ്പിച്ചോണ്ടിരിക്കല്ലേ? സത്യമല്ലേ? നമ്മൾ പരിപാടി ചെയ്തിട്ട് ഇപ്പം പരിപാടി കുറഞ്ഞു പോയി, ഇപ്പൊ ചിരി കുറഞ്ഞു. സിജു, അങ്ങനെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിലൊക്കെ ജീവിച്ചു പോവാ. ഈ എഴുത്തുകാരനായതിനു ശേഷമേ ഉത്തരവാദിത്തങ്ങൾ കൂടിയിട്ടുണ്ടോ? ഇല്ലില്ല. എഴുതിയപ്പോ പൈസ കിട്ടുന്നു, അത് വെച്ച് നമ്മൾ എൻജോയ് ചെയ്യുന്നു. ഇനി അടുത്ത പരിപാടികൾ എഴുതുന്നു. എത്ര പൈസ കിട്ടി? കുറച്ച് കിട്ടി. അത്രേ ഉള്ളൂ. നമ്മളാദ്യം നമ്മുടെ സമാധാനത്തിന് ജീവിക്കുക, അതിനുശേഷം മറ്റുള്ള സമാധാനം നോക്കുക. അതാണ് ആദ്യം നമ്മുടെ സമാധാനം ഉണ്ടായിട്ട് മറ്റുള്ളവരുടെ സമാധാനം കെടുക്കുക. ജോമന, ഈ മറ്റുള്ളവരെ ചിരിപ്പിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സമാധാനം കൊടുത്തു ചിരിയുണ്ട്, അങ്ങനെ ആളുകളൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീഡിയോസ് വരെ വർക്ക് ആയിരുന്നു. അത് കാണുമ്പോ ശരിക്കും അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടെന്ന് തോന്നാറുണ്ടോ? അവർക്ക് ഞാൻ സമാധാനം കൊടുത്തു ഞാനെങ്ങനെ അറിയണത്? പക്ഷെ അവർക്ക് ചിരി കൊടുത്തു അറിയാലോ. ചിരിച്ചിട്ടുണ്ടെന്നാണ് ഒരു കോമഡികളൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ ഡയലോഗുകൾ എൻ്റെ അടുത്തുനിന്ന് പറയാറുണ്ട്. അല്ല കേട്ടോ, അപ്പൊ നമുക്കൊക്കെ ഒരു പ്രായം എത്തുമ്പോഴാണ് നമ്മുടെ കരിയർ ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു 25-26 വയസ്സൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ഇതാ ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ് നമ്മൾ പണം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും ഒന്നും ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഞാൻ ഇന്നത് ചെയ്യുള്ളൂ, അല്ലെ അങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ നടക്കാവോ, അല്ലെ അങ്ങനെ അടുത്ത റോള് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇതിപ്പോ കിട്ടുന്നതെല്ലാം ചെയ്യണമെന്നുമല്ല. കിട്ടുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ, നമ്മൾ ചെയ്താൽ നന്നാവുന്നത് ഏതൊക്കെ, അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ല പറ്റാത്തത് പോയി ചെയ്തിട്ട് കാര്യമില്ല, ഇല്ലേ? ഇപ്പൊ കമലതളത്തില് ഇപ്പൊ ലാലേട്ട അഭിനയിച്ച റോൾ എന്നെ വിളിച്ചാൽ ഞാൻ ആത്മഹത്യ കളയും. ആത്മഹത്യ, അതെല്ലാം എന്റെ മുമ്പിൽ വേറെ വഴിയില്ല എനിക്ക്, അല്ലേ? ആവനാടിലെ ബൽറാമിന്റെ അസീസിനെ വിളിച്ചാൽ അങ്ങനെ ഇരിക്കും. ചിന്തിക്കാൻ പറ്റും. ചിന്തിച്ചാൽ നമുക്ക് മരിക്കാൻ തോന്നും. അവനാണിത് പറഞ്ഞാൽ അപ്പൊ ഞാൻ വിളിക്കണ്ട. പക്ഷെ നീ ബൽറാം താരദാസിന്റെ ഫിഗർ ചെയ്തിട്ടുണ്ട്. അതേ സ്റ്റേജിലെ പരിപാടി കുറച്ചു എന്ന് പറയുന്ന പോലെ അവരവർക്ക് പറ്റുന്ന. ഇതിനകത്ത് വേറൊരു സംഭവം എന്നറിയാം, നമ്മൾ ആരാണോ നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് താൻ ആരാണ്, തനിക്ക് എന്തൊക്കെ കഴിവുണ്ട്, തനിക്ക് എന്തൊക്കെ കഴിവില്ല, തനിക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് താൻ തന്നെ സ്വയം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ തന്നെയാണ്, അല്ലേ? സത്യം. അത് ഒരു ആക്ടറിന് മസ്റ്റായിട്ട് ഒരു ആക്ടർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പരിമിതികളും അല്ലാത്തതും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. തനിക്കുള്ള കഴിവുകൾ എന്ത്, തനിക്ക് ഇല്ലാത്ത കഴിവുകൾ എന്താണ്. ഈ ഉടനെ ചോദിക്കുക ഇല്ലാത്ത കഴിവെന്ന് ചോദിക്കരുത്. ഇല്ല. ഇപ്പൊ എത്രയൊക്കെ ആയാലും ഇപ്പൊ നാളെ ഇപ്പൊ ഭാവിയിൽ ഒരു ഓസ്കർ അവാർഡ് കിട്ടിയാലും ബൈചേട്ടനായിട്ട് തന്നെ ഇരിക്കും. ഒന്നാമത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അല്ല 2 കിട്ടിയാലും ഞാൻ വാങ്ങിക്കാനും പോവില്ല. അതെന്താ? താല്പര്യമില്ല, സത്യമായിട്ടും പോവില്ല. അതുകൊണ്ട് ആരെയും തരാൻ വേണ്ടി മെനക്കെടുന്നുണ്ടെങ്കിൽ തരരുത്. ഓസ്കാർ അല്ല, ഈ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ നിലനിൽക്കുക, അത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടാ. എനിക്ക് ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. എനിക്ക് അവാർഡിലൊന്നും വിശ്വാസം ഒരു വിശ്വാസം, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. എനിക്ക് അവാർഡിൽ താല്പര്യമില്ല, അതിലോട്ട് വിശ്വാസമില്ല. എന്തിനാണ് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പോലീസുകാർ ഇതിന്റെ മുകളിലോട്ട് വെടിവെക്കുക? എന്തിനാ വെടിവെക്കുന്നത്?
അപ്പൊ എങ്ങനെ ഇത് ഞാൻ അങ്ങനെ പറയുന്നല്ലോ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള ഒരു പുരസ്കാരങ്ങളിലും താല്പര്യമില്ല. അപ്പൊ ഈ ആളുകളുടെ എന്താ വിലമതിക്കുക? ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കാണിക്കുന്ന സ്നേഹമില്ല, അത് തന്നെയാണ് ഏറ്റവും വലുത്. അത്രേ ഉള്ളൂ. അതിന്റെ മേളിൽ ഒരു അവാർഡും ഇല്ല. ഞാൻ ഒരിക്കലും അസീസിനോട് പറഞ്ഞിട്ടില്ല, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടി വരും. നമ്മൾ അവരെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പണിക്ക് പോകരുത്. ഇപ്പം നമ്മൾ പല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന സമയമായിരിക്കും, നമുക്ക് ചില പറ്റാത്ത സമയങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പം ആ സമയത്ത് പോലും നമ്മളൊക്കെ മനുഷ്യരല്ലേ, ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ല, നമ്മളെ തന്നെ ഇഷ്ടമില്ലാതെ നിൽക്കുന്ന സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് പോലും നമ്മളൊന്ന് എടുക്കാൻ നിർബന്ധിതനാകും, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല അല്ലേ? സ്റ്റാർഡ് അനുഭവിക്കാൻ അതിന്റെ വില കൊടുക്കണം, അനുഭവിക്കാൻ അതിൻ്റെതായിട്ടുള്ള വില നമ്മൾ കൊടുക്കണം, ഉറപ്പായിട്ടും കൊടുക്കണം. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നേ, ഇല്ലെന്നും പറയില്ല. അതുകൊണ്ട് ഈ ബൈചേട്ടന്റെ ഒരു പീക്ക് സമയത്തില് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തതാണ് ഈ തട്ടിപ്പ് വേഷങ്ങൾ, ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറെ ഒന്ന് പ്രകടിപ്പിക്കുന്നത്. സിജു ആയാലും ശരി, ജോമാൻ ആയാലും ശരി, അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് പല പല സിനിമകളിൽ. ഇവർ രണ്ടുപേർക്കും അന്ന് ബൈചേട്ടൻ ചെയ്തതിനെ പോലെ ചെയ്യാൻ പറ്റുമെന്ന് കഴിവ് തോന്നിയിട്ടുള്ളത് ആർക്കാ? ഇവർ രണ്ടുപേരല്ല. ഞാൻ സത്യം പറഞ്ഞോട്ടെ, ഇവ രണ്ടുപേരും അഭിനയിച്ച ഒരു സിനിമയും ഞാൻ ഇതുവരെ കണ്ടു. സത്യം, ഗുരുവായൂരം ഞാൻ സിനിമ കാണൽ വളരെ കുറവാണ്. സിനിമ കണ്ടാൽ ചേരുന്നത് തട്ടിപ്പ് റോളുകളാണ്. പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഇവന്. ജോമാനെ പറയാൻ ആലോചിച്ചിട്ട് എന്താ എനിക്ക് ഈ ഉഡായിപ്പ് റോളുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നതെന്ന്? ഞാൻ ആലോചിക്കാൻ വേണ്ടി ചെയ്തു തന്നില്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അതിനെപ്പറ്റി ആലോചിക്കാം. ആദ്യം ഉടായിപ്പോയിട്ട് കുറച്ചാൾ പോവാം, ആൾക്കാർ പൊക്കുമ്പോ പിന്നെ ഭരണ ഉടായിപ്പായിട്ട് കുറച്ചാൾ. ഈ ഉഡായിപ്പ് വേഷങ്ങൾ എങ്ങനെയാ, ആസ്വദിക്കുന്നുണ്ടോ? തരുന്ന റോളുകളല്ല, അത് ആസ്വദിക്കുക, ചെയ്യുക, പിന്നെ എന്ത് ചെയ്യാൻ കിട്ടുന്നത് എല്ലാം ഉടായിപ്പാണ് ചെയ്യുക. പിന്നെ വേറെ ക്യാരക്ടർ വിളിക്കും, തുടങ്ങിയല്ലേ ഉള്ളൂ. 3-4 സിനിമയല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് സിനിമകൾ വരുമ്പോൾ വേറെ വേറെ ക്യാരക്ടർ വിളിക്കുമെന്ന് തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു. അതിന് ചെയ്യാം, അതൊക്കെ കിട്ടും, രണ്ടുപേർക്കും കിട്ടും. ചേട്ടാ ഈ സ്റ്റേജിൽ വർക്കായിരുന്ന ഒരു ഹ്യൂമർ സിനിമയിലും വർക്കായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേജിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് സിനിമയിൽ ഏറെക്കുറെ വർക്കായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഉള്ള തമാശകൾക്ക് ഇപ്പോഴത്തെ റീലുകളിലേക്ക് ഒരു സ്വഭാവമുണ്ട്. കുറച്ചു നേരത്തെ ഒരു ചിരി കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ വിട്ടാൽ ചിരി ട്രാവൽ ചെയ്യില്ല. അത് നോബിച്ചേട്ടനെ പോലുള്ള പെർഫോമറിനെ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? പിന്നെ പണ്ട് അടിച്ച കോമഡി, സ്റ്റേജിലടിച്ച കോമഡി കൊണ്ട് ഇപ്പം ചെന്ന് നോക്ക്. പക്ഷേ ആ കോമഡി, ആ പണ്ട് നമ്മളടിച്ച കോമഡി ഇന്ന് പുതിയൊരാൾ ഒരു റീൽസ് ചെയ്ത ആൾക്കാർ ചിരിക്കും, സപ്പോർട്ട് ചെയ്യും. അത് നമ്മൾ തന്നെ ഒന്നും കൂടെ പറഞ്ഞു നമുക്ക് പൊങ്കാല. അല്ല, ഒരുപാട് ഇപ്പൊ റീൽസ് വരുന്നത്. ഞങ്ങൾ പണ്ട് അടിച്ച കോമഡി സ്റ്റാറിലൊക്കെ അടിച്ച താങ്കൾ ഇപ്പൊ റീൽസ് അത് നമുക്ക് തന്നെ അയച്ചു തരും. അടാ സൂപ്പർ കോമഡി എന്നാണ് നമ്മൾ കാണുക എന്നുള്ളതല്ലാതെ അത് നമ്മൾ ചെയ്തതാണ്, നമ്മൾ പണ്ട് ചെയ്തത് പണ്ട് ഒരു കാര്യമില്ല. ഈ ദിലീപും ഹരിശ്രീ അശോകനൊക്കെ അഭിനയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ സമയത്തൊക്കെ ഈ പണ്ട് ഈ ദിലീപും ഈ ഹരിശ്രീ അശോകനൊക്കെ ഇവർ പണ്ട് സ്റ്റേജിലൊക്കെ ചെയ്ത പല സാധനങ്ങളും സിനിമയിൽ അടിച്ചിട്ടുണ്ട്. അന്ന് അതൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റിട്ടുണ്ട്. ആ പരിപാടി ഇപ്പൊ നടക്കില്ല. അത് പണ്ട് നമ്മുടെ സ്ക്രീനിൽ അത് മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പം 2 ഫോൺ കൊണ്ട് കിടക്കുകയാണ്, ഇതിലും കോമഡി ഇതിലും കോമഡി, നടുക്ക് കോമഡി. ഒരു റിയലിസ്റ്റിക് കോമഡിയുടെ കാലമാണ്. അതായത് കോമഡിക്ക് വേണ്ടി നമ്മൾ കെട്ടിച്ചമച്ച് പറയാതെ ആ സിറ്റുവേഷന് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഹ്യൂമർ ആണെങ്കിലും ചിരിക്കുള്ളൂ. അത്ര. ഈ ബൈചേട്ടൻ എങ്ങനെയാ മാറുന്ന കോമഡിക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് സിനിമകൾ കാണുന്നില്ലല്ലോ? സിനിമ കാണാതെയൊന്നുമല്ല, കുറവാണ്. അതിന് സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷനിൽ കോമഡി അടിക്കാനായിട്ട് സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല. സിനിമ കൂടെ ഒരുപാട് സിനിമ കണ്ട കുഴപ്പമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, മനസ്സിലായില്ലേ? നമ്മളായിട്ട് പോവുക, നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ആ സമയത്ത് കിട്ടും, എന്തെങ്കിലും ഒന്ന് കിട്ടും. ഉദാഹരണത്തിന് നുണക്കുഴി എന്നുള്ള സിനിമയിൽ ഒരു സീനുണ്ട്. അതായത് ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞാൻ പുറകെ വരാന്ന് പറയുന്നില്ലേ, വരുന്നതിനിടയിൽ ഇയാൾ മറ്റേ പോലീസുകാരൻ സെൽവരാജിനെ ഞാൻ ഫോണിൽ വിളിക്കും, എന്റെ പോലീസുകാരനാണ് സെൽവരാജ്. അപ്പൊ വിളിച്ചു, സാറേ അത് ഇവര് രണ്ടുപേരും 2 കഥയാണ് പറയുന്നത്, ചോദ്യം ചെയ്തപ്പോ 2 കഥയാണ്. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? അത് സ്ക്രിപ്റ്റിലൊന്നുമില്ല, അത് ഞാൻ തപ്പി ചെയ്തപ്പോ ചുമ്മാ ഭയങ്കര ചിരിയാണ്. അതാ സാഹചര്യത്തിൽ പറഞ്ഞ ചിരിക്കുമെന്ന് എനിക്ക് 100%. ആ വണ്ടിക്കകത്തിരുന്ന് രണ്ടുപേരും പരസ്പരം ഇല്ലാതെ പറഞ്ഞപ്പോ സാർ ഇവര് രണ്ടുപേരും 2 കഥയാണ് പറഞ്ഞത്, അത് നിനക്ക് അതാ ഇഷ്ടപ്പെട്ടു, അത് നിനക്ക് ഫോണിൽ ചോദിക്കുന്നുണ്ട്. അവർ നമ്മളെല്ലാവരും ചിരിച്ചാണല്ലോ ഈ മറ്റേ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ചൈന, നേപ്പാൾ, അത് ഞാൻ ഇതിനകത്ത് വായിച്ചേട്ടാ കുറെ കയ്യിൽ നിന്ന് അടിച്ചിട്ടുണ്ട്.
ഇതിനകത്ത് തന്നെ. ഈ മനോധർമ്മ വർക്കം പറഞ്ഞപ്പോ ഈ അന്ന് ആളുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ ആളുകളുടെ കൂടെ തമാശ പറയാതായിരുന്നോ എക്സസൈസ് ആയിട്ട് ചെയ്തത്? അത്രേ ഉള്ളൂ. അതങ്ങ് അറിയാതെ വരുന്നതാണ്. ഈ സിറ്റുവേഷനിൽ എന്തോ അടി പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും കിട്ടും. ഇപ്പൊ ഒന്നുമില്ല, വികടകുമാരൻ എന്ന സിനിമയ്ക്കകത്ത് മറ്റേ കളർ ബ്ലൈൻഡ്നെസിന്റെ ടിവിയുടെ കാര്യം കോടതിയിൽ അതെല്ലാം കഴിഞ്ഞ് മറ്റേ ആളെ സാക്ഷിയായിട്ട് കൊണ്ടുവന്നതാണ്. അവിടെ കയറി കംപ്ലീറ്റ് തെറ്റിച്ച് പറയല്ല, സാർ ഞാൻ ഇനി എന്താണ് താഴെ കുടുങ്ങിയില്ല എന്ന് പറയുന്നത്. സാർ ഞാൻ ഇനി എന്താണ് താഴെ കുടുങ്ങിയില്ല പഠിച്ചിട്ട് വന്നിരിക്കുന്നുള്ള ഇതാണ് എന്ന് പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടും. ഈ എഴുത്തിനപ്പുറം ആളുകളെ ചിരിപ്പിക്കാൻ സിജു ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ ഡയലോഗ്സില്? ആ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കും, ചെയ്യാനൊക്കെ നോക്കും. ആക്ടിവിറ്റീസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നോക്കും. പിന്നെ സമയത്ത് ചെയ്തിട്ടുണ്ടോ? ആ നമ്മുടെ സീൻ വരുന്നതിന് മുമ്പ് ഞാനും ജോമോനോട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കും. അപ്പം ജോമോനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മില കൂടുതൽ കോമ്പിനേഷനും. അപ്പോൾ എടാ ഇങ്ങനെ ഇട്ടാലോ, അപ്പൊ അവന് അങ്ങനെ ഒരു സംഭവം ചെയ്യും. പിന്നെ അത് വിവിൻചേട്ടനോട് ഡിസ്കസ് ചെയ്യും. കാരണം ഡയറക്ടറിനോട് അത് ചോദിക്കും, ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അത് പുള്ളിക്കൂടെ വർക്ക് ആവാണെങ്കിൽ നമ്മളത് ഇവന് ഞാനൊരു സീനുണ്ടായിരുന്നു, അത് കലക്ക സീനായിരിക്കും. വ്യസന സമയത്തില് സ്ഥിരം നിങ്ങൾ കാണുന്ന സിജു ആയിരിക്കില്ല. വ്യത്യസ്തതയുണ്ട്. കുറച്ച് ശരീരമൊക്കെ പണിയെടുത്ത് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ടോ ചേട്ടാ? ഈ വികടകുമാരന്റെ കേസൊക്കെ പറയുമ്പോഴേ നമ്മള് അവിടെ പ്രതീക്ഷിക്കുന്നത് ബൈചേട്ടൻ ഒരു വക്കീലായ ബൈചേട്ടൻ അങ്ങനെ തന്നെ ആയിരിക്കുന്ന, ബൈചേട്ടൻ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാനൊരു തല്ലിപ്പൊളി വക്കീലാണ്, ഇങ്ങനത്തെ ഒരുത്തനായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയും. പിന്നെ നമ്മുടെ ഗെറ്റപ്പ് ഒക്കെ നോക്കണം, ആ ഡയലോഗിന് ചേരുമോ എന്നൊക്കെ നോക്കണം. ഇല്ലേ, അതൊക്കെ ഒത്തു വരുന്നതാണ്. ഇപ്പൊ ആളുകള് ഒരു കഥ പറയാൻ വിളിക്കുന്ന സമയത്ത് ഇപ്പോഴും ഫുൾ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ വ്യസന സമയത്തിന്റെ കാര്യം എടുക്കണമെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഞാൻ കഥ കേൾക്കും, എന്റെ റോളും കേൾക്കും, അത്രേ ഉള്ളൂ. പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുമെന്ന് ചോദിച്ചാൽ തന്നാ വായിക്കും. ഗുരുവായൂർ അമ്പലനാളിൽ ചെയ്തിട്ടുള്ള വിപിനും ഈ സിനിമ ചെയ്തിട്ടുള്ള വിപിനും തമ്മിൽ എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ? ആ വിപിനല്ലല്ലോ ഈ പടം ഡയറക്ട് ചെയ്തത്, വേറെ വിപിനല്ലേ? അല്ല, അവര് രണ്ടുപേരും തമ്മിൽ രണ്ടാൾക്കാരാണ് കേട്ടോ. അവർ രണ്ട് ജോണറൽ ആൾക്കാരാണ്. നമ്മുടെ ഈ ഡയറക്ടർ വിപിൻ കുറച്ച് സീരിയസ് പടത്തിന്റെ ആളാണ്. മറ്റേ വിപിൻ എന്ന് പറയുന്നത്, വിൻദാസ് എന്ന് പറയുന്ന ആള് ഒരു ഹ്യൂമർ സിനിമയുടെ ഒരു പ്രേം ചേട്ടന്റെ മറ്റൊരു ഒരു തലമാണ് അയാള്. ഈ വിപിൻ ഈ കഥ ഒരു ശരിക്കും അയാൾ ഒരു സീരിയസ് ഫിലിം മേക്കറാണ്, എനിക്ക് തോന്നിയാണ് ആ പടത്തിൽ അഭിനയിക്കും. പിന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിനകത്ത് നിന്നുകൊണ്ട് വിപിൻ ദാസല്ലേ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, എല്ലാം കൂടെ ആ കൺഫ്യൂഷൻ തന്നെ. പക്ഷെ ഇതിനകത്ത് സിറ്റുവേഷൻ വൈസുള്ള കുറെ ഹ്യൂമർ ഉണ്ട് ഇതിനകത്ത്. അത് നമ്മള് എല്ലാവരും കൂടെ അഭിനയിച്ചൊക്കെ പ്രതിഫലിപ്പിച്ചെന്ന് തന്നെ പറയാം, അല്ലേ? അതിനെ പ്രതിഫലിച്ചോ ഇല്ല എന്നുള്ളത് നാട്ടുകാർ ജനങ്ങൾ കണ്ടിട്ട് പറയും. ഈ മരണ വീട്ടിലെ ചിരി സിനിമ ഈ സിനിമയുടെ അകത്തുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോ സെലിബ്രിറ്റീസ് ആയതിനു ശേഷമോ അല്ലെങ്കിൽ ആസ് കൊമേഡിയൻസ് നിങ്ങൾ ഒബ്സർവ് ചെയ്തതോ ആയിട്ടുള്ള തമാശകൾ എപ്പോഴെങ്കിലും ഈ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്റെ ക്യാരക്ടറാണ് ഇപ്പൊ ഒരു സാധനം പോലും കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല, അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അതുപോലെ നമ്മൾ നേരത്തെ ബൈചേട്ടന്റെ ഒരു ക്യാരക്ടർ എന്റെ ഭയങ്കര സീരിയസ് റോളാണ്. ഞാൻ ചിരിച്ചിട്ട് പോലും ഇല്ല ഈ പടത്തിനകത്ത്. ഇല്ല, പടത്തിലുടനീളം ഞാനൊരു ചിരി പോലും ചിരിച്ചില്ല. കരയോഗം പ്രസിഡന്റാണ് ആ നാട്ടിലെ ഗ്രാമത്തില്. കരയോഗം പ്രസിഡന്റിന്റെ പ്രധാന റോള് വരുന്ന ഒന്ന് കല്യാണം, രണ്ട് മരണം. ഈ മരണ വീട്ടിൽ ഈ കരയോഗം പ്രസിഡന്റ് വരുന്നതാണ്. വന്നിട്ട് ഇയാൾക്ക് ചില രീതികളുണ്ട്, ആ രീതിയിലേ ഇത് അടക്കാൻ സമ്മതിക്കുള്ളൂ. അതുമായിട്ടുള്ള തർക്കമൊക്കെയാണ് പടം. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സന്ദർഭങ്ങളോ കൗണ്ടറുകളോ ഒക്കെ ഇപ്പൊ നോബിചേട്ടന് വരുന്ന സിനിമകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള പടത്തിൽ ചെയ്യാം. ഇതിനകത്ത് പക്ക ഡയറക്ടർ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി, അങ്ങനത്തെ ഉള്ള സാധനങ്ങളുണ്ട്. കാര്യം നമുക്ക് സിറ്റുവേഷനില് ഇവരെ സിറ്റുവേഷനിലൊക്കെ ചെയ്യാനുള്ള നമ്മൾ കംപ്ലീറ്റ് ബോഡിയുടെ എടുത്തും അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത്. ഈ സിനിമ കാണുമ്പോൾ ഇതിന്റെ ഒരു ക്യാരക്ടർ നീ ആവാം, നിന്നെ അവളെ മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറുന്നേ. ഒരു അത്ര റിലേറ്റഡ് സബ്ജക്റ്റാണ് ഇത്. എല്ലാവർക്കും അനുഭവമുള്ള ഒരു കഥയാണ്, എല്ലാവരും കണ്ടിട്ടുള്ളതും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. എന്തെങ്കിലും കൈനിട്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഒറ്റ മറുപടി എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ഒന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. എന്താണ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് അത്രയും കറക്റ്റ് ആവുണ്ട്, ഒന്നും എക്സ്ട്രാ കയറ്റിയിട്ടില്ല. പക്കായിരുന്നു, ഒന്നും എഡിറ്റ് ചെയ്ത് ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ലല്ലേ? ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല.
എത്ര പേരുണ്ട് Correct 2 മണിക്കൂർ. എല്ലാവർക്കും ഡയലോഗും ഉണ്ട്. അതാണ് വലിയ 2 മണിക്കൂർ പടം. യഥാർത്ഥത്തില് ജീവിതത്തില് ഈ മരണ വീട്ടിൽ പോവുകയും അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് ചിരി വരികയും ചിരി അടക്കി പിടിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്ത നോബി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഈ ചില മരണ വീട്ടിൽ പോകുമ്പോൾ ചില കഥാപാത്രങ്ങൾ കണ്ടാൽ നമുക്ക് ചിരി വരുമെന്ന്. അവരുടെ ബോഡി ലാംഗ്വേജ് നിൽപ്പും മുകളിലോട്ട് നോക്കി ഇങ്ങനെ മുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ആലോചിക്കുന്നൊക്കെയാണ്. ഞാൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം നോക്കും ഇങ്ങനെ കംപ്ലീറ്റ് വാച്ച് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ. ചില ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, നമ്മളവിടെ വേറെ സംഭവം നടന്നു. അത് ഭയങ്കര അത് ഈ മരണ വീടാകുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് സംസാരിക്കുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ കസേരയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടിട്ട് ഈ സ്ലാബ് പൊട്ടി കുഴിക്കകത്ത് വീണിട്ടുണ്ട്. ഭയങ്കര വിഷയമായതാണ്. കക്കൂസിന്റെ പണ്ടത്തെ സ്ലാബുകളൊക്കെ ബലക്കുറവായിരുന്നു. എന്റെ മേളിൽ കസേര എന്റെ മേളിൽ കസേര ഇട്ടിരുന്നു. ഇങ്ങനെ കരിയിലൊക്കെ കിടക്കുന്നുണ്ട്. പഴയ കുഴിയിൽ. പിന്നെ 3 പേര്, ഒരാളല്ല 3 പേര്. ഇവിടെ പഴയ സ്ലാബ് ഈ കക്കൂസ് ഇടിച്ചു കഴിഞ്ഞാൽ സ്ലാബൊക്കെ മറന്നു പോകും. ഈ മരണം വരുമ്പോഴാണ് അങ്ങോട്ടൊക്കെ ആള് ചെയ്യണത്. അല്ലെങ്കിൽ വീട്ടുകാരുന്നവർ അങ്ങോട്ട് പോകൂല. ഇത് പരിചയവും കാണൂല. വന്ന് പണ്ടത്തെ കസേര വലിച്ചിട്ട് 2 പേര് ഇരുമ്പ് കസേര അതിനും ബലം ഉണ്ടെന്നാ. ഈ സ്ലാബ് ദ്രവിച്ചിരിക്കുന്ന സാധനമുണ്ട് ഇപ്പോഴേ. ഒരാളും കൂടെ കയറിയപ്പോ വെയിറ്റ് 3 പേര് ലിഫ്റ്റ് പോകും പോലെ 3 പേര് ഒരേപോലെ പോകും. ബോഡി വരെ എണീറ്റ് തിരിച്ചു പോകുന്ന എന്താ പറയാനുണ്ടായിരുന്നു? അല്ല, ക്രിസ്ത്യൻ കല്യാണത്തിനകത്ത് ഡെഡ് ബോഡി ഫ്രണ്ട് വെച്ചിട്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും ഫോട്ടോ എടുക്കാനുള്ളവരുടെ ലിസ്റ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടുണ്ട്. ഓരോ കുടുംബക്കാർ ഇന്ന കുടുംബക്കാർ ആ ഫോട്ടോ എടുക്കാനുള്ളവർ എടുത്തവർ മാറും. അതായത് ആ ഡെഡ് ബോഡി ഫ്രണ്ട് നിർത്തി വെച്ച് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര എനിക്ക് യോജിക്കാനും പറ്റില്ല. എനിക്ക് ചിരിയും വന്നിട്ടുണ്ട്. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. ബോഡിയുടെ അടുത്ത് ഫോട്ടോ അല്ല, ക്രിസ്ത്യൻ എല്ലായിടത്തും നോക്കിയതില്ല. ക്രിസ്ത്യനകത്ത് ഫോട്ടോ എടുക്കുന്നത് അത് ചിലപ്പോൾ ആൽബത്തിനകത്തൊക്കെ വെക്കാനായിരിക്കാം. ഇന്നത്തെ ഒരു ആൽബം ഇത് ചെയ്യുന്നുണ്ട്. ഈ അച്ഛൻ വേഷങ്ങളിലേക്ക് മാറിയിട്ടെ ഈ ഒറിജിനൽ പ്രായത്തിനേക്കാൾ കൂടിയ പ്രായമുള്ള വേഷങ്ങൾ ചെയ്തിട്ടേ അത് ഒരു പ്രത്യേകതരത്തിലൊരു സമാധാനം അല്ലെങ്കിൽ പുതിയൊരു സന്തോഷം തരുന്നുണ്ടോ ആസ് ആൻ ആക്ടേഴ്സ്? ഇല്ല, ഇപ്പൊ ഇതിനകത്ത് എന്റെ അച്ഛനായിട്ട് ചോദിക്കുന്നു. ഞാൻ ക്ലീൻ ഷേവ് രണ്ടാമത്തെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനാക്കി നമ്മളാ. ഈ പ്രായത്തിനേക്കാൾ മുതിർന്ന വേഷങ്ങൾ ചെയ്യുക അപ്പൊ കുറച്ചും കൂടി കൈന്നിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ അഭിനയത്തെ കുറച്ചുകൂടി സാധ്യതകൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ വാഴയ്ക്ക് ശേഷം? അല്ല, ഈ പ്രായം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അത് തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണോ എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ അനശ്വരയുടെ അച്ഛനാണ്. അനശ്വരയുടെ അച്ഛനാകാനുള്ള പ്രാപ്തിയൊക്കെ എന്റെ മോളെ പ്രായമല്ലോ അനശ്വരിക്കും. എന്റെ മോൾ എത്രയാണ്? 4ാം ക്ലാസ്സിൽ. അനശ്വര 8ാം ക്ലാസ്സിലല്ലേ? അനശ്വര 8ാം ക്ലാസ്സിലല്ലേ? തിയേറ്ററിൽ വന്നാൽ ജനങ്ങളെ സ്വീകരിച്ചാലേ ഒരു സമാധാനം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് പടയോട്ട സിനിമയില് മമ്മൂക്കല്ലേ ലാലേട്ടന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. 1980. അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ അച്ഛൻ കഥാപാത്രങ്ങൾ കിട്ടിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു അതെങ്ങനെ ചെയ്തു? അച്ഛനായിട്ട് അഭിനയിക്കും ഒരു പേടിയില്ല. ഇങ്ങനെ പേടിയില്ല. ഞാൻ പക്ഷെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ അച്ഛനായിട്ട്. നമ്മൾ ശരിക്കും യങ്ങായിട്ടിരിക്കുക ആ ക്യാരക്ടറിന് നല്ല പ്രായമുണ്ട്. അങ്ങനെയുള്ള റോള് കിട്ടുമ്പോഴല്ലേ ചലഞ്ച് ആവുന്നത്. നമ്മുടെ പ്രായത്തിലുള്ള റോൾ അഭിനയിക്കാൻ ഒരുപാട് എല്ലാവർക്കും പറ്റും. നമ്മളെക്കാൾ കൂടിയ പ്രായത്തിലുള്ള റോൾ അഭിനയിക്കുക. അതെ, അല്ലെങ്കിൽ അതൊക്കെയാണ് ചലഞ്ച്. അതെ. ഈ വാഴയിൽ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും 2 കാലഘട്ടങ്ങളൊക്കെ അഭിനയിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായത് ഒരാളുടെ 18 മുതൽ 18 മുതൽ അങ്ങോട്ട് ഒരു 30 വരെയുള്ള പ്രായം. ഇത് ഇത്രയും ചെയ്യുമ്പോൾ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുക, അതുപോലെ എന്താ പറയുക നമ്മുടെ മാനസികങ്ങളിൽ മാറ്റം വരുത്തുക, ഇത് ഒരു പുതിയ പ്രൊസീജിയറായിട്ട് നമ്മളൊരു വാല്യൂ അഡീഷൻ ആയിട്ട് തോന്നിയത്. ശരീരത്തിലേക്ക് എന്ത് മാറ്റം കുറച്ച് ഇല്ലേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ല മാറ്റം പറ്റും. താടി എടുക്കൂ. വണ്ണം അത് ശരിയാ. സുൽത്താൻ ബത്തേരിയിൽ വെച്ചൊക്കെ നല്ല ഡയറ്റ് ആയിരുന്നു. യുവമാര് ഡയറ്റ് ചെയ്ത് വന്ന് വാഴയുടെ ഷൂട്ടിങ്ങിന് യുവമാര് കൊടുത്ത റൂമും മാത്രമാണ് ഷാപ്പിന്റെ മുമ്പില് അങ്ങോട്ട് നോക്കിയിരിക്കും. നല്ല മീനും. അല്ല, ഇവര് കുറെ കഷ്ടപ്പെട്ടു. കാരണം ഗുരുവായൂരമ്പല നടയിൽ
ഗ്യാപ്പ് വരുമ്പോ വാഴ ഗ്യാപ്പ്. കാരണം അതിൽ രണ്ടൊരു ഗുരുവായൂർ പടയിൽ ഇവരുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. വാഴയില് കുട്ടിക്കാലമായിട്ടാണ് ചെറുപ്പകാലം, മറ്റേ താടി നല്ല വലിയ വേമ്പ്. പക്ഷെ അല്ലേ കുറച്ച് സമയം കിട്ടി, പക്ഷെ എന്നാലും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി. ഈ ബൈചേട്ടൻ എപ്പോഴും ഈ തഗ് മറുപടികൾ പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഒരു ചെറിയ പേടിയുണ്ടോ? ഇല്ല, അത് കേൾക്കാൻ വേണ്ടി നമ്മൾ പറയും. തഗ് എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളടുത്തും സന്തോഷമായിട്ടൊക്കെ ഇറങ്ങി കാര്യം പറയും. പക്ഷെ എപ്പോഴും ഏത് മൂടാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇവരെ ഭയങ്കര കമ്പനിയാണ്. അതെ അതെ. അല്ല വേറെ പുതിയ സാധനങ്ങൾ പുതിയ പിള്ളേരെ അയച്ചോണ്ടേ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് കറങ്ങിച്ചിട്ട് പുതിയ 2 സാധനം വീഴുള്ളൂ. അതെന്തെന്നറിയോ, ബൈചേട്ടൻ ഈ പടത്തില് എന്തോ 2 വാക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, അവിടെ നിന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ബൈചേട്ടാ ഇതൊക്കെ ഇപ്പോഴത്തെ പയ്യന്മാരുടെ സാധനം, ഏപ്പറാച്ചി അത് ഇപ്പോഴത്തെ പയ്യന്മാരുടെ സാധനം. അപ്പൊ ശരിയാ. അപ്പൊ അവിടെ കൊച്ചു പയ്യന്മാർ നിന്ന് അവർക്കറിയാം ഏപ്പറാച്ചി ഇപ്പോഴത്തെ വാക്കാണ്. ഇപ്പൊ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അതൊക്കെ. ഇത് അനസിന്റെ ചെറുപ്പമായി വെക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി അടിക്കും, പയ്യന്മാരൊക്കെ ആയിട്ട്. അവർക്ക് വീറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ കിട്ടും എന്തെങ്കിലും. ഇതറിഞ്ഞെങ്കിൽ 2 കമ്പനി അടിക്കായിരുന്നു. യവന്മാരൊന്നും അറിഞ്ഞു വന്നു. വേറെ പിള്ളേരൊക്കെ ഉണ്ട് ഇതിട്ട്. അത് കുറച്ച് ലോക്കലായിട്ട് നടക്കുന്ന പയ്യന്മാരാണെങ്കിലേ പറ്റുള്ളൂ. അമ്മയുടെ ഇങ്ങനത്തെ വാക്കുകളെ കിട്ടുള്ളൂ. പലതുണ്ട്. ഈ നമ്മുടെ പലപ്പോഴും വളരെയധികം സഫസ്റ്റിക്കേറ്റഡ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സ്ഥലങ്ങളെക്കാളും കൂടുതലേ ചില മദ്യപാന സദസ്സുകൾ അല്ലെങ്കിൽ ചില സൗഹൃദ സദസ്സുകൾ, അവിടെയാണ് കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ അപ്പ് ആവുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളെ കുറച്ചുകൂടി അങ്ങനെയുള്ള സ്ഥലത്തിരുന്നാലും ഇതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കുന്ന ഇടയ്ക്ക് അവരവിടെ നിന്നാണ് പിടിച്ചോണ്ടിരുത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാ തലത്തിലുള്ള കൂട്ടുകാരും വേണം. കൂട്ടുകാരൻ മീൻസ് പരിചയക്കാരെങ്കിലും വേണം. കുറെ സംഭവങ്ങൾ കിട്ടും. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് കണ്ട ആരുടെങ്കിലും സ്വഭാവം ഇപ്പൊ വ്യസന സഭത്തിലത്തെ കരയോഗം പ്രസിഡന്റ് കൊണ്ടുപോയി ചേർക്കാം, അങ്ങനെയൊക്കെ ബോധപൂർവ്വം അങ്ങനെ ചെയ്യാറില്ല, ബോധപൂർവ്വം ചെയ്യാറില്ല. എന്തെങ്കിലും ആ സിറ്റുവേഷൻ ചേരുന്ന ഒരു സാധനം എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിന് മാറ്റി വെച്ച് കിച്ചും. അത് ചിലപ്പോൾ കറക്റ്റായിരിക്കും, മിക്കവാറും കറക്റ്റായിരിക്കും. പുതിയ സംവിധായകരുടെ അടുത്ത് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് നമ്മള് കൃത്യമായിട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിഹേഴ്സ് ചെയ്ത് ഇത്ര ഫിലിമേ ഉള്ളൂ. നമ്മുടെ ഫിലിം ആയിരുന്ന സമയത്ത് റിഹേഴ്സൽ കൂടുതലുണ്ടായിരുന്നു. അന്നൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നും ഇന്ന് ഡിസിപ്ലിൻ കുറഞ്ഞെന്നും അങ്ങനെ പൈസയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഡിസിപ്ലിൻ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, തെറ്റാൻ പാടില്ല എന്ന്. കാര്യം അന്ന് ഫിലിമിന് ഭയങ്കര വിലയുള്ള കാലമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു സീരിയസ്നെസ് കുറഞ്ഞു വരുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സിനിമ വന്നിട്ടേ ശരീരവും സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ചിന്തകൾ ഒരു ദിവസം ഡയറ്റ് ഒന്ന് വിവരിക്കാമോ? ഭക്ഷണത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ്, ഭക്ഷണത്തിന് മുമ്പുള്ള ഡേറ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, എനിക്ക് ചോദിച്ചാൽ ഒരു ദിവസം മൊത്തം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇല്ല, നേരത്തെ എത്ര മണി ഒരു സമയം? ഒരു കാപ്പി കുടിക്കും, കാപ്പി കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 9 മണി എന്തുണ്ടോ അത് കഴിക്കും. അപ്പം ആണെങ്കിൽ ഒരു 3 അപ്പം. സാധാരണ മനുഷ്യൻ കഴിക്കും പോലെ. ഉച്ചയ്ക്ക് അതായത് പ്രൊഡക്ഷനിലാണെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കും, ചോറ് ഉച്ചക്കത്തെ പറയും. സാധാരണ മനുഷ്യൻ കഴിക്കും. ഉച്ചയ്ക്ക് ചോറ്, മീൻ കറി. ചോറ് കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലോ, അപ്പൊ കുറയ്ക്കാം, ഇത്ര അളവ് കഴിക്കാം. അങ്ങനെ റേഷൻ കടയിൽ ചെന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കാൻ അരി നമ്മള് ചോറാണെങ്കിൽ ചോറ് കിട്ടണ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ജന്മന തടിയുള്ള ഒരു വെള്ളം കുടിച്ചാലും നമ്മൾ വെള്ളം വയ്ക്കും. അച്ഛനും അത് കിട്ടും, കുറച്ചൊക്കെ പാരമ്പര്യം കിട്ടും നമുക്ക്. ഈ ബൈചേട്ടൻ്റെ ഒരു എക്സസൈസിന്റെ ഒന്ന് പറഞ്ഞുതരും. ഞാനൊരു 15 വയസ്സ് തൊട്ട് ഡോജയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഞാനൊരു 20 വയസ്സ് വരെയൊക്കെ ഡോജയിൽ പോയിട്ടുണ്ട്. കരാട്ടെ ക്ലാസ്സിൽ അവിടെ നിന്നാണ് നമുക്ക് ഇസ്ബാക്ക് കിട്ടിയത് കേട്ടോ. അവിടെ ഭയങ്കര അബ്ഡോമിന് ഭയങ്കര ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും അന്നൊക്കെ. ഞാൻ ഷോർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സ്റ്റൈലിലാണ് പഠിച്ചത്. ഞാൻ ബ്രൗൺ ഫസ്റ്റ് വരെ പോയി.
അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അത് അന്ന് കിട്ടാൻ വലിയ പാടാ, ഇടികൊണ്ട് ചത്തു. അതുകൊണ്ട് ഞാൻ പോയി. ഭയങ്കര പാടാ. ഇപ്പൊ ഈ ചുമ്മാ പിള്ളേരൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി ഇടങ്ങുന്നില്ല. അതുപോലെ അല്ലേ അന്ന് ചെന്നൈയിൽ പോകണോ ബാംഗ്ലൂർ പോകണോ, അവിടെ പോയി സ്പാറിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടിച്ച് നശിപ്പിച്ചുള്ള ഈ സംഭവം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ പോയില്ല. ബ്രൗണോട് കൂടി സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 20 വയസ്സ് കഴിയുമ്പോൾ ജിമ്മിൽ പോകുമായിരുന്നു കുറേ കാലം. അന്നൊക്കെ ഓലമഞ്ഞ ജിമ്പൊക്കെ അതുപോലത്തെ വലിയ സംവിധാനമൊന്നുമില്ല. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് പുഷപ്പൊക്കെ ചെയ്യുമായിരുന്നു. പുഷപ്പ്, കസർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. പിന്നെ പാരൽ ബാറിൽ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 26 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിന്നുപോയി. ഇത് നിർത്തിയാൽ പെട്ടെന്ന് പോകും. ഈ മസിലുണ്ടാക്കി ഈ ജിമ്മിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ വർക്കൗട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. നിർത്തിയാൽ ഇത് പോകും. പിന്നെ ആ ഷേപ്പൊക്കെ ഇങ്ങനെ കിടക്കുമെന്നുള്ളേ ഉള്ളൂ. അപ്പം 26 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം കഴിച്ചു. പിന്നെ ജിമ്മിലൊന്നും പാടായി. പിന്നെ ഷട്ടിൽ കളി തുടങ്ങി. ഷട്ടിൽ റെഗുലറായിട്ട് കളിച്ചോണ്ടിരുന്നു. അതിപ്പോൾ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളൂ. ഇപ്പൊ ഡയറ്റിലാണോ? ഞാൻ ഡയറ്റൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ ഒരുപാട് കഴിക്കാറില്ല. പക്ഷെ അത്രേ ഉള്ളൂ. ഡയറ്റൊന്നുമില്ല എനിക്ക്. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കില്ല. വയറ് നിറയുന്നവരെ കഴിക്കില്ല. പിന്നെ ഇപ്പോഴും ഞാൻ സമയം കിട്ടിയ ജിമ്മിലൊക്കെ പോകും. ഇപ്പൊ കുറച്ച് ദിവസമായി ചെയ്തിട്ട്, ഒരു 3 മാസമായി. ഞാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കാരന് എനിക്ക് പോകാൻ പറ്റിയില്ല. ജോമൻ ഇപ്പൊ ഈ വ്യസന സമയത്തില് മസിലൊക്കെ കാണിക്കുന്ന ഒരു അത് മസിലല്ല, മൺവട്ടിയാണത്. അല്ല, കയ്യിലെ ടാറ്റു കാണിക്കുന്ന. അപ്പൊ അതിന് വേണ്ടിയൊരു ഡയറ്റ് നോക്കാം, അതിന് വേണ്ടിയൊരു വർക്കൗട്ട് പിടിക്കാം. ഡയറ്റ് ഒന്നും എടുത്തിട്ടില്ല. നോർമലി നീ ഡയറ്റ് ആണ്. ഞാൻ കണ്ടു നിന്റെ റൂമിന്റെ ഫ്രണ്ട് 2 കാരിയർ ഇരിക്കണം. നോർമലി കഴിക്കുന്ന അല്ല, ഈ ലൊക്കേഷന്റെ അടുത്താണ് കട്ടച്ചക്കുഴി. നല്ല നാടൻ കുഴി എന്ന് ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് രാവിലെ ഇവരെ സീക്വൻസ് എടുത്തിട്ട് ഇവരൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ. 2 സെക്ഷനാണ്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇവർ നേരെ കട്ടച്ചക്കുഴി പോകും. നാടൻ കോഴി പെറിട്ട് ഇരിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ അടുത്തായിരുന്നാ? എന്റെ അടുത്തല്ലേ? അന്ന് അറിഞ്ഞില്ല. പോയിട്ടുണ്ട്. സിജുൻ അങ്ങനെ ഉണ്ടോ ഒരു ഡയറ്റ് പ്ലാൻ? അങ്ങനെയൊന്നുമല്ല. നൈറ്റ് ഫുഡൊന്നും കഴിക്കാറില്ല. കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. 8 മണിക്ക് ശേഷം അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കഴിക്കാതിരുന്നാൽ മതി. വയറ് നിറയുന്നവരെ കഴിക്കാതിരുന്നാൽ മതി. പക്ഷെ ചില ഭക്ഷണം കണ്ട് കഴിച്ചു ഉച്ചയ്ക്ക് ഊണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് തന്നെ ഇവിടെ റൊട്ടി തിന്നിട്ട് ഞാൻ ചോറും പുളിച്ചേരി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നമുക്കൊരു ക്ഷീണം വരുമോ? റൊട്ടിയും തിന്നു പോയണ്ട. ഞാൻ ആദ്യം കണ്ടപ്പോ പിന്നെയാണെന്ന് ഞാൻ വേണ്ട നല്ല മീൻകറി പുളിച്ചേരി ഇരിക്കുന്നു.